ഈ വീഡിയോ കാണുന്ന മീനാണെന്ന് മനസ്സിലായി. ഇതാണ് നമ്മുടെ സ്വന്തം പുലിവാഹ, നീലവാഹ, കരിവാഹ, മണൽവാഹ എന്നിങ്ങനെയുള്ള അറിയപ്പെടുന്ന ആ സെയിം മീനാണിത്. ഇതിനെ ഇങ്ങനെ പല പേരിൽ അറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ഇതിൻ്റെ ലൈഫ് സൈക്കിളിൽ ഓരോ സമയത്തും ഇത് ഓരോ നിറത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ആ ഒരു നിറത്തിൻ്റെ ബേസിസിൽ ഈ ലോക്കലി ആൾക്കാരിങ്ങനെ ഓരോരോ പേര് വിളിച്ചു പോകുന്നതാണ്. സത്യത്തിൽ എല്ലാം സെയിം ആണ്. ഇതിൻ്റെ ലൈഫ് സൈക്കിളിൽ ഓരോ സമയത്തും ഇതിന് ഓരോരോ നിറമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനത്തെ ആ ഒരു നിറമാണ് നീല. ആ ഒരു ടൈമിലാണ് അതിനെ നീലവാഹ എന്നറിയപ്പെടുന്നത്. ബേസിക്കലി ഇതെല്ലാം സെയിം ഫിഷ് തന്നെയാണ്. ഇതിൻ്റെ ലൈഫ് സൈക്കിളിൽ ഓരോ സമയത്തുള്ള കളറിൻ്റെ ബേസിസിലാണ് ഇതിനെ കരിവാഹ, മണൽവാഹ, നീലവാഹ, പുലിവാഹ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത്. ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ ഈ തെക്കൻ ജില്ലകൾ, അതായത് മീനച്ചിലാറ്, അച്ചൻകോവിലാറ്, മണിമലയാറ്, പമ്പയാറ്, കല്ലട ഇങ്ങനെയുള്ള നദികളിലാണ് കാണപ്പെടുന്നത്. ഇതിപ്പോൾ ഞാൻ അച്ചൻകോവിലാറിലാണ് ഈ ഒരു ഫിഷിനെ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫിഷിനെ ഇത്രയും ഒരു കൂട്ടമായിട്ടൊക്കെ കാണുന്നത്. ആദ്യമായിട്ടാണ് ഇത് പുലിവാഹയാണെന്ന് എനിക്കത് മനസ്സിലായില്ല. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കിത് പറഞ്ഞു തന്നത്. അവൻ തന്നെയാണ് എനിക്കിതിൻ്റെ ഓരോ ലൈഫ് സൈക്കിളിനും ഓരോ കളർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അവന് വിക്കിപീഡിയൊക്കെ കയറി നോക്കിയപ്പോഴും ആ ഒരു ഫാക്റ്റ് എനിക്ക് അന്നേരമാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ആണ് അറിയുന്നത് ഇങ്ങനെ ഈ പുലിവാഹ, നീലവാഹ ഈ സംഭവം എല്ലാം സെയിം ഫിഷാണെന്നുള്ള കാര്യം ഞാനും അന്നാണ് അറിയുന്നത്. ഞാൻ വിചാരിച്ചു ഈ വരാലിൻ്റെ ഒരു വംശത്തിൽപ്പെട്ടൊരു മീൻ തന്നെയാണിതും. പക്ഷേ വരാലല്ല ഇത്. വരാലിൻ്റെ വംശത്തിൽ ഇച്ചിരൂടെ വലിയൊരു മീനാണിത്. വരാലിനെക്കാട്ടിൽ വലിപ്പം വെക്കുന്നൊരു മീനാണിത്. ഇത്